ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ. അപ്പം നമ്മൾ 4 ദിവസമൊക്കെ കഴിക്കേണ്ട വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം നമ്മളൊരു കല്യാണത്തിലൊക്കെ ഇനി അപ്പോൾ എല്ലാവരും കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ ഇടാൻ പറഞ്ഞിനി. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ഫുള്ളായിട്ട് ഇട്ടിക്കണേ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അഞ്ചത്തിൻ്റെ മോൻ്റെ നിക്കാഹാണ് അടുത്ത ദിവസം. അപ്പോൾ നമ്മൾ തലേന്ന് ചെന്നപ്പോൾ അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതാണ്. അപ്പോൾ വീടൊക്കെ ഒന്ന് പുതുക്കി പണിതതാണ് കേട്ടോ. അപ്പോൾ ആദ്യക്ക് ഒറ്റ നിലൻ്റെ വീട് ഇനിയിപ്പോൾ മേലക്കൊക്കെ എടുത്ത് അപ്പോൾ മിറ്റമൊക്കെ നല്ല റെഡിയാക്കിക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ എടുത്തതാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലും എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വീടൊക്കെ എല്ലാവർക്കും കാണുന്നതൊക്കെ വലിയ തൃപ്തിയല്ലല്ലേ, എല്ലാവർക്കും ഇഷ്ടമാണ് ഈ കാര്യം. എന്താ വെച്ചാൽ നമുക്ക് വീടിൻ്റെ ഓരോരോ ഇതൊക്കെ ഓരോരോ മോഡലിനനുസരിച്ചൊക്കെ ഈ ലൈറ്റുകളൊക്കെ അഞ്ചത്തിൻ്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. നല്ല രസമുള്ള ലൈറ്റാണ്. അപ്പോൾ ഇതിലിങ്ങനെ കുറച്ചേ കാണുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നന്നായി ഒക്കെ കുറേശ്ശൊക്കെ നമ്മൾ എടുത്തതാണ്. അപ്പോൾ ഫർണിച്ചറൊക്കെ ഇപ്പോൾ മാറ്റിയതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കി. അപ്പോൾ ആദ്യമുള്ള വീടാണ് കേട്ടോ. അപ്പോൾ സ്റ്റെയർ കേസൊക്കെ ആദ്യമുള്ളത് തന്നെയാണ്. അപ്പോൾ മേൽക്കൊക്കെ എടുത്തതാണ്. അപ്പോൾ നമ്മൾ റൂമൊക്കെ ഒന്ന് കണ്ടു നോക്കുക. റൂമിൻ്റെ ഉള്ളിൽ പണിക്കാരൊക്കെ പോയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നായിട്ട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഓരോരോ മിനുക്ക് പണികൾ ഉണ്ടാവില്ല. അപ്പോൾ മറ്റന്നാൾ നിക്കാഹാണ്. അപ്പോൾ നമ്മൾ പോയതാണ്. അപ്പോൾ നമ്മൾ മേലേക്കൊക്കെ ഒന്ന് കയറി നോക്കി. അപ്പോൾ റൂമൊക്കെ ഒന്ന് പോയി നോക്കട്ടോ. അപ്പോൾ റൂമിൽ പണിക്കാർ എ സി ഒക്കെ വെക്കണം പണിക്കാരൊന്നും കൊണ്ട് പോയിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ കോണിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്നാലും കുറച്ചൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ടൊക്കെ ഒന്ന് കാണാം. നല്ല രസമുള്ള കല്യാണം കേട്ടോ. മലപ്പുറം കല്യാണം, നല്ല രസമുള്ള കല്യാണം ഇനി. അപ്പോൾ ആദ്യത്തെ മോനാണ് കെട്ടുന്നത്. അപ്പോൾ മക്കളെ കല്യാണം എല്ലാവർക്കും മനസ്സിലൊരു ആഗ്രഹങ്ങളുണ്ടാവില്ല. അതൊരു എല്ലാവർക്കും ഉണ്ടാകുന്ന എല്ലാ അമ്മമാർക്കും ബാപ്പാർക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു ആഗ്രഹങ്ങളാണ്. അപ്പോൾ മാഷാ അല്ലാഹ് അതൊക്കെ ഭംഗിയായി കഴിഞ്ഞിരിക്കണേ. അപ്പോൾ നിങ്ങളെ ഒക്കെ ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ നമ്മൾ അൾമറകളൊക്കെ ഒന്ന് തുറന്ന് നോക്കട്ടെ. അപ്പോൾ കുറച്ചൊക്കെ സാധനങ്ങൾ പോലെ വെച്ചിക്കണേ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ബാത്റൂം ഒന്ന് തുറന്ന് നോക്കിയിട്ടാ. അപ്പോൾ ഇവിടെ നിന്ന് യൂസ് ചെയ്യൽ തുടങ്ങിയിട്ടില്ല. അപ്പം പിന്നെ ഇത് ഓരോ കുട്ടികളൊക്കെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ആണ്. അനിയത്തിൻ്റെയും ഭർത്താവിൻ്റെയും ഫോട്ടോ അതിട്ടാ കല്യാണം കഴിഞ്ഞ ഉടനെ എടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ കുട്ടികളൊക്കെ ചെറുപ്പത്തിലുള്ള ഫോട്ടോകളൊക്കെ അങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് വീഡിയോ എടുത്തപ്പോൾ ഒക്കെ ഒന്ന് ഉൾപ്പെടുത്തിയെന്ന് മാത്രം. മാഷാ അല്ലാഹ് നമ്മൾ അഞ്ചത്തിൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ എടുത്ത ഫോട്ടോ ആണത്. അപ്പോൾ കുട്ടികൾക്ക് കിട്ടിയ ട്രോഫികളും എല്ലാവരും നല്ല പഠിക്കണ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ മാഷാ അല്ലാഹ്. അപ്പം മാഷാ അല്ലാൻ്റെ ഒരു ലൈറ്റുണ്ട്. അപ്പോൾ ഞങ്ങൾ പോരാനായപ്പോഴത്തേന് പിന്നെ വൈകുന്നേരമായിട്ടാണ് മഗ്‌രിബായി തുടങ്ങിക്കണേ. അപ്പോൾ നമ്മൾ രാത്രിയും ഒന്നെടുത്തതാണ്. അപ്പോൾ ഒന്നും കൂടി അതിൽ റൂമൊക്കെ ഒന്ന് തുറന്ന് കാണിക്കണ്ടത്. അപ്പോൾ വെള്ളിയാഴ്ച പിറ്റേന്നാട്ട് വെള്ളിയാഴ്ച നിക്കാഹാണ്. നിക്കാഹ് ഓഡിറ്റോറിയത്തിലാണ്. വരെ വീടിൻ്റെ അടുത്തൊട്ട് നിക്കാഹിൻ്റെ അന്നത്തെ ദിവസമാട്ടത്. അപ്പോൾ ചെക്കന് ഒരുങ്ങി ഒക്കെ ഫോട്ടോസിനൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പം മോൻ ഇവിടെ ഉണ്ട്. അപ്പോൾ മോനിങ്ങനെ വീഡിയോ എടുത്തതാണിത്. അപ്പോൾ കുറച്ച് ആളിലൊക്കെ നമുക്ക് വരാൻ പറ്റാത്ത പ്രവാസികളുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓനും അവൻ്റെ അനിയന്മാരാട്ടത് ഒപ്പം നിൽക്കേണ്ടത്. ഒന്നും പ്രായമുള്ളതല്ല, ഒരു കുറച്ച് ഹൈറ്റുള്ള വകയാണ്. അപ്പം കുറച്ച് വലുതായി എന്ന് മാത്രം. ഒക്കെ ചെറിയ ചെറിയ മക്കളാണ് കേട്ടോ. +2 കഴിഞ്ഞവരും +2 പഠിക്കണവരും ഒക്കെ ആയിട്ടാണ്. അങ്ങനെ ഓഡിറ്റോറിയത്തേക്ക് ഇറങ്ങിക്കൊണ്ട് നിൽക്കേണ്ടത്. ദുആ ഒക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാണ്ട് മോതിരടലൊക്കെ കഴിഞ്ഞ് നിക്കാഹിൻ്റെ അന്നാളെ മോതിരടലേ. അപ്പോൾ ഇതാ ബാപ്പയും 4 ആമക്കളാട്ടവര്. മാഷാ അല്ലാഹ്. ഒരേ ഏട്ടന് 5 വീട് ഒരു മിറ്റാണ് കേട്ടോ. 2 വീടിനും കൂടി.
അപ്പോൾ അവിടെ മക്കൾ ഒരു പെൺകുട്ടി തന്നെ ഉള്ളൂ. അപ്പോൾ ഒരേ അടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം, വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ, കുറച്ചാണ് പോയാൽ മതി. അപ്പോൾ ഓഡിറ്റോറിയത്തേക്ക് എത്തിക്കണേ. അപ്പോൾ നല്ല സൗകര്യം കേട്ടോ, ഓഡിറ്റോറിയം അടുത്തായതുകൊണ്ട്. അപ്പം നിക്കാഹിൻ്റെ അന്ന് രാവിലെയാണ് ഇത് കേട്ടോ. അപ്പോൾ ഹോർലിക്സാണ് രാവിലെ, അന്ന് അതിരാവിലെയാണ് 9:30 നിക്കാഹ് ഉണ്ടാവും എന്ന് പറഞ്ഞാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇതെല്ലാം അപ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ചെക്കന് വന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ക്യാമറക്കാർക്ക് ഓരോ തൃപ്തിയായിട്ട് ഓരോന്ന് കഴിഞ്ഞ് പോകണ്ടേ. അപ്പോൾ ഒരു ക്യാമറക്കും വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി വന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ നിക്കാഹിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടാ. അപ്പോൾ അത് കോപ്പിറൈറ്റ് വന്നപ്പോൾ പിന്നെ അത് ഒഴിവാക്കിയിരിക്കണേ. കുറച്ചാളൊക്കെ കണ്ടു പോയിക്കാരോ, കോപ്പിറൈറ്റ് വരാൻ പാടില്ലല്ലോ, മ്യൂസിക് വരാൻ പാടില്ല. അപ്പോൾ കോപ്പിറൈറ്റ് വരും. അപ്പോൾ ഞാനത് വീഡിയോ ഒന്ന് എടുത്ത് പിന്നെ അതിൻ്റെ ശേഷം വീഡിയോ ഇടാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ശേഷമുള്ള വീഡിയോസൊക്കെ ഉണ്ട് ഇടാൻ. അപ്പോൾ നല്ല രസമുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കോഴിക്കോട്ടെ വലിയ കാതിയാണ് കേട്ടോ നിക്കാഹിന്. അപ്പം വന്നിക്കണേ. അപ്പോൾ അതാ നിക്കാഹ് നടക്കാൻ പോവാണ്. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് പിന്നെ മധുരം കൊടുക്കൽ തുടങ്ങിയിട്ടാണ്. അത്യാവശ്യം വലിയ പരിപാടി തന്നെയാണ്. നല്ല ഫുഡ് അതിനിട്ടാ, നല്ല ഫുഡ് അതിന്. ആ 9:30 മണിക്കാണ് നിക്കാഹ് നടന്നത്. പിന്നെ അന്ന് വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ ഉച്ചയോടുകൂടി ഓഡിറ്റോറിയം ഒഴിഞ്ഞ് കൊടുക്കണം. അപ്പോൾ പിന്നെ ഫോട്ടോകൾ എടുക്കൽ തുടങ്ങി. പിന്നെ ഫോട്ടോസല്ലേ പിന്നെ മെയിൻ. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് പോയി വന്നപ്പോഴുള്ള ഇതാണ്ടത്. അപ്പോൾ പിന്നെ ശനിയാഴ്ച പിന്നെ അങ്ങോട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ശനിയാഴ്ച പെണ്ണിൻ്റെ വീട്ടിലാട്ട പരിപാടി, പെണ്ണിൻ്റെ നാട്ടിലെ ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. അതിനുള്ള ഡ്രസ്സാട്ടോ മാറ്റി വന്നിട്ടുണ്ടത്. ഇത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച 11 മണിക്ക് ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ ഇതാ അങ്ങോട്ട് പോകാനുള്ള ബസ്സാട്ടോ, ബസ് മെയിൻ റോഡിലേക്ക് പോവുകയാണ്. വെള്ളിയാഴ്ച പിന്നെ ഉച്ചയോടുകൂടി എല്ലാവരും പിന്നെ വെള്ളിയാഴ്ച രാത്രി പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെണ്ണ് ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കും, അതിനൊക്കെയുള്ള സമയം പിടിക്കലേ. അപ്പോൾ നമ്മളെ ബസ്സാട്ടായി പോണത്. ബസ്സും പിന്നെ കുറേ കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്, പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്, പെണ്ണിൻ്റെ ഓഡിറ്റോറിയത്തേക്ക്. അപ്പോൾ ചേളാരി സെഞ്ചുറി ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ പരിപാടി. അങ്ങോട്ടാണ് പോണത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങിയതാട്ടത്. നല്ല വെയിലും ഉണ്ട് കാര്യത്തിന്. അളിയനാട്ടത്. അളിയന് ഒന്ന് ആനയിച്ച് കൊണ്ടുപോകാൻ വന്നിക്കണേ. ഒറ്റ അളിയനേ ഉള്ളൂ, ഒരാണും ഒരു പെൺകുട്ടി തന്നെ. ഇതാണ് വാപ്പട്ട. പെണ്ണിൻ്റെ വാപ്പ. അങ്ങനെ ഓഡിറ്റോറിയത്തേക്ക് ഇങ്ങനെ മന്ദം നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് ആളുണ്ട് കേട്ടോ, കുട്ടികളും മക്കളും എല്ലാം കൂടിയിട്ട് കുറച്ച് ആളുണ്ട്.
അപ്പോൾ ആ ഓഡിറ്റോറിയത്തിൽ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താ നീന്തൽക്കുളം ഒക്കെ ഉണ്ട്, സ്വിമ്മിങ് പൂള്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുട്ടികൾക്ക് ഓരോന്ന് പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള ഓഡിറ്റോറിയമാണ്. സെഞ്ചുറി ഓഡിറ്റോറിയം അണിറോസ് ഉദ്ഘാടനം ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടുന്ന് നീന്തൽക്കുളം അണിറോസ് ഉദ്ഘാടനം ചെയ്തതാണ് സിനിമാ നടി. അതാ നീന്തൽക്കുളം. അങ്ങനെ പെണ്ണിൻ്റെ പിമ്മി ഞങ്ങൾക്ക് പെണ്ണിനോട് കൊണ്ടുവന്ന് തരും കേട്ടോ. സ്റ്റേജ് മുക്ക് പെണ്ണിനോട് കൊണ്ടുവരാണ്. മാഷാ അല്ലാഹ്. ഡ്രസ്സൊക്കെ തലേന്ന് തന്നെ കൊണ്ടുപോയി കൊടുത്തതുകൊണ്ട് പിന്നെ പരിപാടി എളുപ്പമായിക്കണേ. ഡ്രസ്സ് മാറ്റാൻ നോക്കുമ്പോഴാണ് ഒരുപാട് സമയം പിടിക്കലേ. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ 12 മണി ആക്കണം കേട്ടോ. 11 മണിക്ക് എന്ന് പറഞ്ഞിട്ട് 12 മണി ആക്കണം അവിടെ എത്തിയപ്പോൾ. പിന്നെ ഫോട്ടോസൊക്കെ നടക്കണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒക്കെ നല്ല ഭംഗിയായി കഴിഞ്ഞു. മാഷാ അല്ലാഹ്. നല്ലൊരു മോളെ കിട്ടിയിരിക്കണം. എൻ്റെ കുട്ടിക്ക് നമുക്ക് 4 ആൺകുട്ടികളാണ്, ഇതുവരെ മോളുണ്ടായിട്ടില്ല. പിന്നെ നല്ലൊരു മോളെ കിട്ടി. മാഷാ അല്ലാഹ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വന്നതാട്ടോ. അപ്പോൾ ഇവിടെ രാത്രി മഞ്ഞക്കല്യാണം ഉണ്ട്. മഞ്ഞക്കല്യാണത്തിനുള്ള ഒരുക്കങ്ങളാട്ടത്. കസാലക്കൊക്കെ മഞ്ഞ പുതച്ചിക്കണ്, സ്റ്റേജും ഒക്കെ മഞ്ഞയിൽ പുതച്ചിങ്ങനെ അതിൻ്റെ റെഡി നടക്കട്ടെ. അന്ന് രാത്രിയാണ് മഞ്ഞക്കല്യാണം. ഉണ്ടാ മഞ്ഞ പൂക്കളൊക്കെ വന്നിക്കണ് ഇവിടെ കേട്ടാ. അപ്പോൾ മഞ്ഞക്കല്യാണം അവിടെ ഉമ്മാൻ്റെ അടുത്ത വകയാണ്. ഞങ്ങളെ വീട്ടിലത്തെ പാർട്ടിൻ്റെ വകയാണ് കേട്ടോ. അപ്പോൾ നല്ല എല്ലാവരും മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട ആ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കേണ്ടി. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. നല്ല രസമുള്ള കല്യാണമാണ്. അപ്പോൾ അതാ പെണ്ണ് വരാനയക്കണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് മുമ്പിലാണ് പോന്നിക്കണേ. പിന്നെ പെണ്ണ് വരാനയക്കണേ. അപ്പോൾ പെണ്ണ് വരുന്നുണ്ട്. അപ്പോൾ ഓളപ്പം കുറച്ച് ആളെ ഇന്ന് വരുന്നുള്ളൂ കേട്ടോ. ഒരു 10-25 ആൾ ഇന്ന് വരുന്നുള്ളൂ. ബാക്കി നാളെയാണ് വരുന്നത്, ഞായറാഴ്ച ഒരുപാട് ആളുകൾ അവിടെ നിന്ന് വരും. അപ്പം നമ്മളെ മോള് ഇവിടെ ഇറങ്ങിക്കണേ, എന്താ ഇറങ്ങിക്കൊണ്ട് നിൽക്കണേ. അപ്പോൾ ഇതാ വീട്ടിലേക്ക് വന്നുകൊണ്ട് നിൽക്കാൻ കേട്ടോ. With incredible performance and long-lasting battery life, Bank is 10 on the purchase of select MacBook products. And also get 10,000 rupees cashback on credit cards of ICICI Bank and SBI Card. പൂവ് കൊടുത്തുകൊണ്ട് സ്വീകരിക്കാട്ടാ. അപ്പോൾ ഇതാ അഞ്ചത്തി ഉമ്മ സ്വീകരിക്കട്ടത്. ഉമ്മ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റാണ്. അപ്പം നമുക്ക് രാത്രി മഞ്ഞക്കല്യാണം ഉണ്ട്. അതായിട്ട് അടുത്ത വീഡിയോയിൽ വരണ്ടേ ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.